നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മെയ് മാസം 2-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഹോട്ടൽ ഉടമകൾ പണിമുടക്കിലേക്ക്. മെയ് 6 സംസ്ഥാന വ്യാപകമായിട്ട് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനായിട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂട്ടിയതിലാണ് പ്രതിഷേധം ഇപ്പോൾ അലയടിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടറിൻ്റെ വില 3000 കടന്നിരിക്കുകയാണ്. സിലിണ്ടർ വില കൂട്ടിയതിനാൽ തന്നെ ഹോട്ടലുകൾ വിഭവങ്ങൾക്കിപ്പോൾ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ്. ഇത് ഉപഭോക്താക്കൾക്കും വലിയ തിരിച്ചടിയാകും ഉണ്ടാക്കുക. അതേസമയം ഗാർഹിക സിലിണ്ടറിന് വില വർദ്ധിച്ചിട്ടില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു കഴിഞ്ഞാൽ ഗാർഹിക സിലിണ്ടറുകൾക്ക് വില കൂട്ടുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഹോർമുസ് പ്രതിസന്ധിയെ തുടർന്ന് വാണിജ്യ സിലിണ്ടർ വിതരണത്തിലെ നിയന്ത്രണം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് പുതിയ ആഘാതം ഹോട്ടൽ മേഖലയിൽ ഉണ്ടായത്. പുതുക്കിയ വർധന പ്രകാരം തിരുവനന്തപുരത്ത് 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 3106 രൂപയായി. കൊച്ചിയിൽ 3085 രൂപയും അതോടൊപ്പം തന്നെ കോഴിക്കോട് 3117 രൂപയുമാണ് വില. ഹോട്ടൽ, റെസ്റ്റോറൻറ്റുകൾ, ചെറുകിട ഹോട്ടലുകൾ, തട്ടുകടകൾ തുടങ്ങിയവയെ വില വർധന സാരമായിട്ട് ബാധിക്കും. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെ വർദ്ധിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസം നൽകുന്ന പുതിയ പരിഷ്കാരങ്ങളുമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. ബില്ലുകൾ അത് കൃത്യസമയത്ത് അടയ്ക്കാനായിട്ട് സാധിക്കാത്തവർക്ക് അധിക സമയം അനുവദിക്കുകയും പിഴത്തുകയിൽ ഇളവ് നൽകുകയും ചെയ്യുന്നതാണ് പുതിയ നിർദ്ദേശങ്ങൾ. പുതിയ നിയമപ്രകാരം നിശ്ചിത തീയതി കഴിഞ്ഞാലും ഉപഭോക്താക്കൾക്ക് 3 ദിവസത്തെ ഗ്രേസ് പീരീഡ് ലഭിക്കുന്നതാണ്. ഈ 3 ദിവസത്തിനുള്ളിൽ പണമടച്ചാൽ വൈകിയതിനുള്ള ഫീസ്, അതായത് ലേറ്റ് ഫീ അല്ലെങ്കിൽ മറ്റു പിഴകളോ ഒന്നും ഈടാക്കില്ല. 2026 ഏപ്രിൽ 1 മുതലാണ് ഈ പരിഷ്കാരങ്ങൾ ഔദ്യോഗികമായിട്ട് പ്രാബല്യത്തിലായിരിക്കുന്നത് എന്ന കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ദേശീയ പാതകളിലൂടെ അമിതഭാരം കയറ്റിക്കൊണ്ട് സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികളുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ്. 2026 ഏപ്രിൽ 15 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമപരിഷ്കാരങ്ങൾ പ്രകാരം നിശ്ചിത പരിധിയിൽ കൂടുതൽ ഭാരം വഹിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ഉയർന്ന തുക പിഴയായിട്ട് ഈടാക്കി തുടങ്ങിയിരിക്കുകയാണ്. അനുവദനീയമായിട്ടുള്ള ഭാരത്തേക്കാൾ 10 മുതൽ 40% വരെ അധിക ഭാരം കയറ്റുന്ന വാഹനങ്ങൾ നിലവിലെ ടോൾ നിരക്കിൻ്റെ ഇരട്ടി തുക പിഴയായിട്ട് നൽകേണ്ടതുണ്ട്. എന്നാൽ അധിക ഭാരം 40%-ന് മുകളിലാണെങ്കിൽ ടോൾ നിരക്കിൻ്റെ 4 ഇരട്ടി വരെ തുക പിഴയായിട്ട് നൽകേണ്ടി വരുമെന്ന് നിയമം വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ ഫാസ്ടാഗ് സംവിധാനത്തിലെ സുതാര്യതയും കൃത്യതയും ഒക്കെ തന്നെ ഉറപ്പുവരുത്തുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പരിശോധനകൾ ഇപ്പോൾ കർശനമാക്കിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും ടാഗിലെ വിവരങ്ങളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകളൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം ഫാസ്റ്റ് ടാഗുകളൊക്കെ തന്നെ മുൻകൂർ മുന്നറിയിപ്പില്ലാതെ തന്നെ ഉടനടി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. നിയമലംഘനങ്ങൾ കുറയ്ക്കാനും പാതകളുടെ സുരക്ഷ ഉറപ്പാക്കാനുമായിട്ട് കൊണ്ടുവന്ന ഈ നിബന്ധനകളൊക്കെ തന്നെ എല്ലാ വാഹനോടമകളും കൃത്യമായിട്ട് പാലിക്കണമെന്ന് അധികൃതർ ഇപ്പോൾ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ശേഷം ഉദ്യോഗസ്ഥരോട് നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്നും മടങ്ങിയിരിക്കുകയാണ്. ഇതോടെ 2ാം പിണറായി സർക്കാരിൻ്റെ ഭരണകാലയളവ് പ്രായോഗികമായിട്ട് അവസാനിക്കുകയാണ്. ഇനി നിർണായകമായിട്ടുള്ള നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകില്ല. കൃത്യം 72 മണിക്കൂറുകൾക്കപ്പുറം സംസ്ഥാനത്ത് വോട്ടെണ്ണൽ നടക്കുകയാണ്. കേരളത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത് ജനവിധിയിലൂടെ അധികാരത്തിൽ വരുന്ന പുതിയ സർക്കാരായിരിക്കും. ഫെബ്രുവരിയിലും മാർച്ചിലും കൃത്യമായിട്ട് വിതരണം ചെയ്ത സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ 3-ാം മാസത്തിൽ തന്നെ കുടിശ്ശികയാകുമോ എന്ന ആശങ്കയിലാണ് ഗുണഭോക്താക്കൾ. മറ്റ് ക്ഷേമ പെൻഷനുകൾ വിഷുവിന് മുൻപായിട്ട് വിതരണം ചെയ്തെങ്കിലും ഏപ്രിൽ മാസത്തെ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി അതുവഴിയുള്ള ആനുകൂല്യം ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. നിലവിലെ സർക്കാരിൻ്റെ കാലാവധി തീർന്നതിനാൽ തന്നെ മെയ് 4-ന് ശേഷം അധികാരത്തിൽ വരുന്ന പുതിയ സർക്കാരിൻ്റെ തീരുമാനത്തിനായി ഈ ആനുകൂല്യം മാറ്റിവെച്ചിരിക്കുകയാണോ എന്ന് ഗുണഭോക്താക്കൾ സംശയിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഏപ്രിൽ മാസത്തിലെ പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവുകളൊക്കെ തന്നെ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഇതിനുള്ള ഫണ്ട് കൃത്യമായി അനുവദിക്കാത്തതിനെ തുടർന്നാണ് 1000 രൂപയുടെ വിതരണം മുടങ്ങിയിരിക്കുന്നത്. പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷമായിരിക്കും ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ വിതരണം നടക്കുക. ഇതോടെ പദ്ധതി ആരംഭിച്ച് 3-ാം മാസത്തിൽ തന്നെ പെൻഷൻ അത് കുടിശ്ശികയായിട്ട് മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ തന്നെയും മെയ് മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ മെയ് 20-ന് ശേഷമായിരിക്കും തുടക്കം കുറിക്കുക.
അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ഒരുമിച്ച് പ്രഖ്യാപിച്ചിരുന്നു. ഏപ്രിൽ പകുതിയോടെ മാത്രമാണ് പലയിടങ്ങളിലും സാധനങ്ങളൊക്കെ തന്നെ എത്തിയത് എന്നതിനാൽ തന്നെ സ്റ്റോക്കില്ലാത്ത സാഹചര്യത്തിൽ നിരവധി ആളുകൾക്ക് റേഷൻ വാങ്ങാതെ മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള മെയ് 5-ാം തീയതി വരെയുള്ള സമയം ഉപയോഗപ്പെടുത്തി 2 മാസത്തെയും റേഷൻ വിഹിതം ഒരുമിച്ച് കൈപ്പറ്റാനായിട്ട് സാധിക്കുന്നതാണ് എന്നത് വലിയൊരു ആശ്വാസമാണ്. കാർഡുകൾ തിരിച്ചുള്ള റേഷൻ വിഹിതത്തിൻ്റെ കാര്യത്തിൽ മെയ് വരെയും അതിനുശേഷവും വലിയ വ്യത്യാസങ്ങളുണ്ടാകും. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മെയ് 5 വരെ 60 കിലോ അരിയും 2 കിലോ ഗോതമ്പും 6 പാക്കറ്റ് ആട്ടയും വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് 2 മാസത്തെ വിഹിതം ലഭിക്കുന്നവർക്ക്. എന്നാൽ മെയ് 6-ാം തീയതി മുതൽ മെയ് മാസത്തെ മാത്രം വിഹിതമായിട്ടുള്ള 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുക. ഇനി പിങ്ക് കാർഡിൻ്റെ കാര്യമെടുത്താൽ മെയ് 5 വരെ ഓരോ അംഗത്തിനും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പും വരെ ലഭിക്കാം. എന്നാൽ 6-ാം തീയതി മുതൽ ഓരോ അംഗത്തിനും 4 കിലോ അരിയും അതോടൊപ്പം തന്നെ 1 കിലോ ഗോതമ്പും എന്ന നിലയിലായിരിക്കും വിതരണം ഉണ്ടാവുക. ഗോതമ്പിൻ്റെ അളവിൽ കുറവ് വരുത്തിക്കൊണ്ട് പകരം ആട്ട നൽകുന്ന രീതിയും നിലവിലുണ്ട്. നീല റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ വെള്ള കാർഡ് ഉടമകൾക്കൊക്കെ സമാനമായ മാറ്റങ്ങൾ ബാധകമാണ്. മെയ് 5 വരെ നീല കാർഡ് അംഗങ്ങൾക്ക് 4 കിലോ അരിയും കാർഡിന് 5 കിലോ സ്പെഷ്യൽ അരിയും വരെ ലഭിക്കുമെങ്കിൽ 6-ാം തീയതി മുതൽ ഇത് 2 കിലോ അരിയും 3 കിലോ സ്പെഷ്യൽ അരിയുമായിട്ട് മാറും. ഇനി വെള്ള കാർഡാണെങ്കിലോ അവർക്ക് 2 മാസത്തെ വിഹിതമായിട്ട് 10 കിലോ അരി വരെ ലഭിച്ചിരുന്നത് മെയ് 6-ന് ശേഷം അത് 4 കിലോയായിട്ട് കുറയും. കൂടാതെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ക്വാർട്ടറിലേക്ക് മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും മറ്റു കാർഡ് ഉടമകൾക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. ഈ പ്രധാന അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. കാരണം മെയ് 5-ാം തീയതി വരെ മാത്രമാണ് ഏപ്രിൽ മാസത്തിലെ വിഹിതം വാങ്ങാനുള്ള ഈ ഒരു പ്രത്യേക അവസരം നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉടൻ തന്നെ വാങ്ങിയെടുക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസത്തെ നാടകീയ നിരക്കുകൾക്ക് പിന്നാലെ മെയ് ദിനത്തിൽ സ്വർണ്ണവിലയിൽ ഇരട്ട ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച മെയ് 1-ാം തീയതി രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് ഗ്രാമിന് 215 രൂപയും പവന് 1720 രൂപയുമാണ് ഇടിഞ്ഞത്. രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 13,965 രൂപയും പവന് 280 രൂപ കുറഞ്ഞ് 1,11,720 രൂപയിലുമായിരുന്നു വ്യാപാരം. ഉച്ചയ്ക്ക് 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 180 രൂപ കുറഞ്ഞ് 13,785 രൂപയും പവന് 1,440 രൂപ കുറഞ്ഞ് 1,10,280 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.